എന്താ ഇന്നിത്ര താമസിച്ചേ? പോലീസ് നമ്മളെ ഗവനിക്കുന്നുണ്ട്. ഇനി 2 ആഴ്ചത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വരില്ല. ശരി, എന്നാ വേഗം പൊയ്ക്കൊള്ളണം. സൂക്ഷിച്ചു പോകണം കേട്ടോ. എന്നാ ഇങ്ങനെ പോകണ്ട. അങ്ങനെ മുറിയിലോട്ട് കയറി കിടന്ന തങ്കമ്മയും പിള്ളേരും കൂടെ ഇല്ലല്ലോ. ഇങ്ങോട്ട് ആരും വന്നില്ലല്ലോ സാർ. ഞങ്ങൾ അവരെ പിന്തുടർന്നു വന്നതാണ്. ഇവിടെ ആരും വന്നിട്ടില്ല സാറേ. അടുത്ത വീട്ടിലോട്ടങ്ങാൻ പോയതായിരിക്കും അല്ലേ രാമേ? ഇവനാരാണ് പറയാൻ? പറയാൻ. ഇവന്റെ മുഖംമൂടി എടുക്കുന്ന മുമ്പ് നിങ്ങൾ തന്നെ പറയണം ഇവനാരാണെന്ന്. അല്ലെങ്കിൽ ഇവനെ ഒളിച്ചു വെച്ച കുറ്റത്തിന് നിങ്ങൾ 2 പേരും അറസ്റ്റ് ചെയ്യും. അത് കൈലാസത്തിലെ വലിയ മുതലാളിയുടെ അനിയൻ ബാലരാമനാ. ബലരാമൻ? ദ്രോഹി നീയോ? അതെ, ഞാൻ തന്നെ. അപ്പോൾ ഈ പെട്ടിയിലുള്ള വൈനങ്ങൾ നിങ്ങൾ ബാലരാമനുമായി കള്ളക്കടത്ത് നടത്തിയതാണ് അല്ലേ? ഇപ്പൊ മനസ്സിലായി തന്റെ അന്തസ്സ്. പണമുണ്ടാക്കാൻ വേണ്ടി ലജ്ജയില്ലാതെ എന്ത് തൊഴിലും ചെയ്യുന്ന നാണം കെട്ടവൻ. നടക്കേ. ഒന്നും പേടിക്കണ്ട, നിന്റെ കെട്ടിയും കുടിച്ച് ഷാപ്പിൽ തന്നെ കിടക്കുക. എന്റെ കെട്ടിയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇത് കണ്ടോ, എത്ര രൂപ വേണം പറ. എടി അന്നാമേ, ഇന്ന് ഞാൻ ഇവിടാണ് ഉറക്കം. വാ. ഇതാരുടെ പേഴ്സാണമ്മേ? ഇതിൽ രൂപയും ഉണ്ടല്ലോ. മുതലാളി തന്നതാകും. ആശുപത്രിയിലെ ചെലവിന് വെച്ചോളാൻ പറ. ജീവൻ വേണമെങ്കിൽ സത്യം പറ. ഈ പേഴ്സ് എന്റെ പേഴ്സ്, നിന്റെ പേഴ്സ്? ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ്. ആശുപത്രിയിൽ നിന്ന് കിട്ടിയതോ? എടാ, എന്റെ അമ്മ എവിടെ? പറയടാ. ഏതമ്മ? പറയാമോ? ആറ്റുകരയിലുള്ള എസ്റ്റേറ്റ് വീട്ടിലുണ്ട്. ആറ്റിൻകരയിൽ എസ്റ്റേറ്റ് വീട്ടിൽ നിനക്ക് രക്ഷ വേണമെങ്കിൽ വാസു മുതലാളിയുടെ മകനെല്ലാം എഴുതുന്നു. ഉടൻ നീ സ്ഥലം വിട്ടോളണം. മരിച്ചുപോയ മുതലാളിയുടെ സ്വത്ത് അനുഭവിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മകനായ വാസുവാണ്, അല്ലാതെ നിന്നെ പോലുള്ള കൊള്ളക്കാരനല്ല. ഞാൻ കൊള്ളക്കാരനല്ല.
മുതലാളിയുടെ സ്വത്ത് അനുഭവിക്കേണ്ട അവകാശി. നീയോ മഹാഭാവി? ഇനി എഴുതി തരാമല്ലോ. നിന്റെ മക്കളുമായിട്ട് സുഖമായി കഴിയാനുള്ള പണവും ഞാൻ തരാം. നിന്റെ പണമൊന്നും എനിക്ക് വേണ്ട ദ്രോഹി. അഹങ്കാരം.